ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് നമ്മൾ മധ്യകാലത്തെ യൂറോപ്യൻ നഗരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള കിഴക്കൻ നഗരങ്ങളെക്കുറിച്ചിട്ടാണ്. ആ മധ്യകാലഘട്ടത്തിൽ പശ്ചിമ യൂറോപ്യൻ നഗരങ്ങളെ കൂടാതെ തന്നെ ധാരാളം നഗരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കിഴക്കൻ ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഷ്യയിൽ അഥവാ അറേബ്യൻ ലോകത്തൊക്കെ ധാരാളം വലിയ നഗരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അബ്ബാസിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ട് ബഗ്ദാദ് അന്ന് ലോകത്ത് അറിയപ്പെട്ട ഒരു നഗരമായിരുന്നു. 32ഓളം ലൈബ്രറികളുള്ള ഒരുപാട് വിജ്ഞാന ശാഖകളുള്ള അല്ലെങ്കിൽ മതപണ്ഡിതന്മാരും അതുപോലെ തന്നെ ഇസ്ലാമിക് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ലോകത്തറിയപ്പെട്ട ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും കടന്നു വന്ന ഒരു ദേശമായിരുന്നു ബഗ്ദാദ്. അവിടെയും വ്യാപാരവും അതുപോലെ വാണിജ്യമൊക്കെ വളർന്നിരുന്നു. അതുപോലെ ബഗ്ദാദിലെ കമ്പോളങ്ങളിൽ ലോകത്തെവിടെയും കിട്ടാത്ത അപൂർവമായിട്ടുള്ള പല വിഭവങ്ങളും ലഭ്യമായിരുന്നു. രണ്ടാമത്തെ ഒന്നാണ് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുൾ അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ. ഒരുപാട് കാലം ക്രൈസ്തവർ ഭരിച്ചു, പിന്നീട് മുസ്ലിങ്ങൾക്ക് കീഴടക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ. ഇത് രണ്ടും ഈ പട്ടുതുണിപ്പാതയുടെയും അതുപോലെ സുഗന്ധവ്യഞ്ജനപ്പാതയിലൂടെയും ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രധാന നഗരങ്ങളാണ്. ബസറ, ഏദൻ, മക്ക, മസ്കത്ത്, ദമസ്കസ്, സൂറത്തൊക്കെ ഇത്തരത്തിലുള്ള നഗരങ്ങളായിരുന്നു. ലോകത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും നിലനിൽക്കുന്ന പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളും നഗരങ്ങളും പരിചയപ്പെട്ടു. ഇനി ഈ നഗരങ്ങളിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് പപ്പടത്തൊഴിലാളി യൂണിയനുണ്ട്, അധ്യാപക യൂണിയനുകളുണ്ട്, അതുപോലെ വിദ്യാർത്ഥികളുടെ യൂണിയനുകളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ധാരാളം യൂണിയനുകളുണ്ട്. ഇതേപോലെ അന്നത്തെ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന കച്ചവടക്കാരെല്ലാം കേന്ദ്രീകരിച്ച് അഥവാ കച്ചവടക്കാരിൽ നിന്ന് തന്നെ ഏറ്റവും നിപുണരായിട്ടുള്ള ഏറ്റവും കഴിവ് തെളിയിച്ച കച്ചവടക്കാരുടെ ഒരു സംഘമുണ്ടായിരുന്നു. ആ സംഘത്തെയായിരുന്നു ഗിൽഡുകൾ എന്ന് വിളിച്ചിരുന്നത്. ഇങ്ങനെ വ്യാപാര ഗിൽഡുകൾ ഉണ്ടായിരുന്നു. അതുപോലെ കരകൗശല വിദഗ്ധന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു കരകൗശല ഗിൽഡും അന്ന് നിലവിലുണ്ടായിരുന്നു. അഥവാ മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിലുണ്ടായ വ്യാപാരത്തിൻ്റെ വളർച്ച, അതുപോലെ തന്നെ പ്രത്യേക തൊഴിൽ മേഖലയുടെ രൂപീകരണം, പട്ടണങ്ങളിലെ ഉയർന്ന നികുതിക്കും ചൂഷണത്തിനുമെതിരെ നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകത, സംഘടനാബോധം, ഈ 5 കാര്യങ്ങളാണ് ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. അഥവാ മധ്യകാല നഗരങ്ങളിൽ കച്ചവടം പെട്ടെന്ന് വളർന്നു വന്നപ്പോൾ അവർക്ക് സംഘടിക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയും മാത്രമല്ല അവരെ ചൂഷണം ചെയ്തിരുന്ന രാജാക്കന്മാർ, അവരെ ചൂഷണം ചെയ്തിരുന്ന മറ്റാളുകൾക്കെതിരെ പോരാട്ടം നടത്താനും അതുപോലെ തന്നെ അവരുടെ സുരക്ഷയ്ക്കും വേണ്ടി അവർ ഒരുമിച്ച് കൂടിയ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു ചെറിയ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ സംഘടനയാണ് ഗിൽഡുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി ഈ ഗിൽഡുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് പരസ്പരം സഹായിക്കുക, രണ്ടാമത് സഹകരിക്കുക, അതുപോലെ തന്നെ കമ്പോള കുത്തക, ഓരോ കമ്പോളങ്ങളിൽ ഓരോ മാർക്കറ്റിലുണ്ടായിരുന്ന അവരുടെ ആധിപത്യം നിലനിർത്തുക, അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഗിൽഡുകൾ പ്രധാനമായിട്ട് രൂപം കൊണ്ടിരുന്നത്. ഇനി വ്യാപാര വളർച്ച ലക്ഷ്യമാക്കിയ അവ പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നഗരാന്തര ലീഗുകൾ, ഒരു പട്ടണത്തിൽ ഒരു ഗിൽഡ് ഉണ്ടെങ്കിൽ അടുത്ത പട്ടണത്തിൽ മറ്റൊരു ഗിൽഡ് ഉണ്ടെങ്കിൽ ഈ ഗിൽഡുകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു നഗരാന്തര ലീഗുകൾ അവർ ഉണ്ടാക്കിയിരുന്നു. അതിനൊരു ഉദാഹരണമായിട്ട് ഇവിടെ ഹാൻസിയാറ്റിക് ലീഗ് ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിലെ കരകൗശല തൊഴിലാളികളുടെയും മറ്റു തൊഴിലാളികൾ സംഘങ്ങളുടെയും ധാരാളം ഗിൽഡുകൾ ഉണ്ടായിരുന്നു. തുകൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പ് പണിക്കാർ, ഇവരൊക്കെ ഇങ്ങനെ ഗിൽഡുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഗിൽഡുകൾ ഇത്തരത്തിലൊക്കെ വളരെ സെറ്റപ്പായി തുടങ്ങിയ ഈ ഗിൽഡുകളുടെ തകർച്ച എപ്പോഴാണ് ഉണ്ടായത്? വ്യവസായവൽക്കരണവും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച, വൽക്കരണം വന്നതോടുകൂടെ ഈ ഗിൽഡുകൾ തകരുകയാണ് ഉണ്ടായത്. കാരണം വ്യവസായത്തിലേക്ക് ഒരുപാട് കച്ചവടക്കാരും കരകൗശല വിദഗ്ധരൊക്കെ വ്യവസായവൽക്കരണത്തോടെ വ്യവസായത്തിലേക്ക് പോവുകയും അവർ വ്യാവസായിക തൊഴിലാളികളായി മാറുകയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച, പുതിയ പുതിയ കണ്ടെത്തലുകൾ ഈ ഗിൽഡുകളുടെ വളർച്ച മുരടിപ്പിക്കുകയും അവയുടെ പഠനത്തിന് കാരണമായി. ഇനി ഗിൽഡുകളുടെ പ്രധാന ചുമതല ഒറ്റവാക്കിൽ പറയാം. ഒന്ന്, അധ്വാന വിഭജനം. ആദ്യം ഒരാൾ മാത്രം അധ്വാനിച്ചിരുന്ന ഏതെങ്കിലും ഒരു തൊഴിലിടത്തിൽ അത് വിവിധ ഭാഗങ്ങളാക്കിയിട്ട് വിവിധ തൊഴിലാളികൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഉൽപ്പന്നത്തിൻ്റെ നിലവാരം നിലനിർത്തുക, ക്വാളിറ്റി നിലനിർത്തുക, വിൽപ്പന രീതി എങ്ങനെ ആവണം എന്നുള്ളത് തീരുമാനിക്കുക, വില നിർണ്ണയം, ഓരോ വസ്തുവിനെ വില നിർണ്ണയിക്കുക, അധ്വാന സമയം, എത്ര സമയം ഒരു തൊഴിലാളി അധ്വാനിക്കണം എന്ന് തീരുമാനിക്കുക ഗിൽഡുകളായിരുന്നു. അത് തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തൊഴിൽ നിയമങ്ങളുണ്ടോ അത് മുഴുവൻ രൂപീകരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഗിൽഡുകളുടെ ചുമതലകളായിട്ട് എണ്ണപ്പെട്ടിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗിൽഡുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.